നോക്കാനായിട്ട് വേണ്ട, കൂടുതൽ വർത്താനം പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചവന്. ആരാടാ അത്? അയ്യോ, അവിടെ നിൽക്കാ. നീ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വണ്ടിയുണ്ട്. ജീവനി കൊതിയുണ്ട് എന്നെ പറയാൻ വിളിച്ചതല്ലേ? നമ്മൾ രണ്ടുപേരും നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചു മൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല, കേസ് കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂല്ലോ. പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടു. നാണം കിടണം. അയാൾ ഇനിയും നാണം. ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി. അടുത്ത ആഴ്ച ഞാൻ പോകും. പൊക്കോ. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റില്ല. അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യും. തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യാം. കേട്ടോ? ഞാൻ നേപ്പാളിന്ന് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഗൂർഖയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരും. അത് മതിയോ? പിന്നെ ശ്രീബുദ്ധന്റെ പ്രതിമ, കമ്പിളി, തൊപ്പി എല്ലാം അവിടെ വില കുറച്ച് കിട്ടുന്ന പറയുന്നത്. എനിക്കൊന്നും വേണ്ട. അശോകേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. നീ ഇത് വെച്ചോ. എല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം പറഞ്ഞാ കുട്ടിക്കൃഷ്ണന് ജീവനാ. ഇത് വല്ലതും അവിടെ കിട്ടുമോ? കുട്ടിമാമയെ പോലെ ഏട്ടനും അവിടെ അങ്ങ് കൂടാന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് ഇങ്ങ് പോന്നേക്കണം.